നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മലയാള സിനിമയിൽ 70ലും 80കളിലൊക്കെ ഒരുപാട് സിനിമകളൊക്കെ എടുത്ത ഒരു പഴയകാല സംവിധായകന്റെ വീട് നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ആ ഒരു പേര് കേട്ടാൽ തന്നെ എല്ലാവരും പെട്ടെന്ന് അറിയുന്ന ലെനിൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ കിടിലം സംവിധായകനാണ്. ലെനിൻ രാജേന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറേ സിനിമകളുണ്ട്. അദ്ദേഹത്തിനെ ഓർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുള്ള പണ്ഡിറ്റ് കോളനിയുടെ അകത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ഒരുപാട് വീടുകളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയാണ് പണ്ഡിറ്റ് കോളനി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ലൈനുണ്ട്, ഒരുപാട് ലൈനുകൾ ഇങ്ങനെ തിരിച്ച് പോകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ടാണ് നമ്മുടെ പഴയകാല സംവിധായകനായിട്ടുള്ള ലെനിൻ രാജേന്ദ്രൻ സാർ. അദ്ദേഹം ഇവിടെയാണ് വർഷങ്ങളായിട്ട് താമസിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുകയാണ് മലയാള സിനിമയിൽ. അദ്ദേഹം ഒരുപാട് കിടിലം സിനിമകളൊക്കെ എടുത്തൊരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്തുള്ള ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വീടുകളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പണ്ഡിറ്റ് കോളനിയിൽ ഞാൻ നേരത്തെ വന്നിട്ടുള്ളത് മുരളി സാറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മുരളി സാറിൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നേരെ ഈ കാണുന്ന ഓപ്പോസിറ്റ് അടുത്ത ഈ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ വീട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന സ്ഥലത്ത് നിന്നും ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറുവാണ് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ ലാസ്റ്റിലായിട്ട് സൈഡിലായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വീട് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ മുന്നിലായിട്ട് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. അതൊരു പ്രത്യേക ഒരു സ്റ്റൈലിലൊക്കെയാണ് വീട് ചെയ്തു വെച്ചിരിക്കുന്നത്. പഴമയും പുതുമയും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണിത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മലയാള സിനിമയിലെ ഒരു അനുഗ്രഹീത സംവിധായകനായിട്ടുള്ള ലെനിൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ വീടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും അതേപോലെ അദ്ദേഹത്തിൻ്റെ വൈഫും ഈ ഒരു വീട്ടിൽ താമസമുണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അവർക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ടെമ്പററി ഇവിടെ അല്ല, അതൊക്കെ ഇവിടെ നിന്ന് അവർ മാറ്റി വേറൊരു സ്ഥലത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ, അദ്ദേഹത്തിൻ്റെ ഫിലിമുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടൊക്കെ ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. അതിനുശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിലൊരു ക്യാമറമാനാണ്. പണ്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പ്രേം നസീറിനെ കാണുവാനില്ല. വല്ലാത്തൊരു സിനിമയാണ്. പ്രേം നസീറിൻ്റെ പേര് വെച്ച് തന്നെ ഒരു ഫിലിം ഇറക്കിയിരിക്കുന്നു, പ്രേം നസീറിനെ കാണാനില്ല. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ അന്ന് സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. എന്താണ് സംഭവം എന്നറിയാൻ വയ്യാത്തതുകൊണ്ട്. കാരണം പ്രേം നസീറിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിലൊരു സംഭവം എന്തോ ഒരു ക്യൂരിയോസിറ്റി വെച്ച് അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പടം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. പ്രേം നസീർ സാറിനെ വലിയ വനത്തിലൂടെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന കുറച്ച് ഗ്യാങ്. അപ്പോൾ അങ്ങനെ ഒരു കഥ പറയുന്ന സിനിമയാണ്. എത്രത്തോളം വിജയിച്ചു എന്നറിയത്തില്ല, പക്ഷേ പേര് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു വല്ലാത്ത അത്ഭുതം തോന്നും. അതിൽ പ്രേം നസീർ സാറ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഇങ്ങനെ പെട്ടെന്ന് കാണാതാവുന്ന രീതിയിലുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ എന്ന് പറയുന്ന അന്നത്തെ സൂപ്പർ സ്റ്റാർ സിനിമയിൽ നിന്നും ഒരു ദിവസം അപ്രത്യക്ഷനായാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഞാനിങ്ങനെ ഇതിനെ വെച്ചിട്ടൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിനിമകളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രത്യേക ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം ഒരു സിനിമ എന്നുള്ള രീതിയിൽ അദ്ദേഹം പല സംഭവങ്ങളും പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കഥാകൃത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ തിളങ്ങിയ ഒരു മനുഷ്യനാണ്. ഈ കഥ പറയുമ്പോൾ പോലും അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ ചെയ്യും. ഞാനിത് അദ്ദേഹം ഒരിക്കലും ഇത് സ്വീകരിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് കഥ പറയാൻ ചെല്ലുന്നത്. ലെനിൻ രാജേന്ദ്രൻ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ ഒരു പഴയകാല സംവിധായകനാണ്. 80കളിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. 80കളിലായിരിക്കും അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളൊക്കെ ഒരുപക്ഷെ ഇറങ്ങിയിട്ടുണ്ടാവുക. 70കളിലും ഒക്കെ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. 90കളിലും അദ്ദേഹത്തിൻ്റെതായ സിനിമകൾ വന്നു. 2000ലും വന്നിട്ടുണ്ട്.